അനൂപ് തിരുവല്ലയെന്ന് വരുന്നു അല്ലേ? അതെ അതെ ഡോക്ടറെ. അനൂപയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമായിരുന്നു. തീർച്ചയായിട്ടും പറയാം. എൻ്റെ പേര് അനൂപ്. ഞാൻ തിരുവല്ല സ്വദേശിയാണ്. ഞാൻ പത്തനംതിട്ടയിൽ തിരുവല്ലയിലാണ് താമസിക്കുന്നത്. ഞാൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. 2012 ഒരു ക്ഷതത്തെ തുടർന്ന് എൻ്റെ നടുവിന് അതിഭയങ്കരമായ വേദന അനുഭവപ്പെടുകയും ജോലി ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. അതിൽ എനിക്ക് കാല് മരവിപ്പ് അനുഭവപ്പെടുകയും ഞങ്ങൾക്ക് അടുത്തുള്ള ഒരു അലോപ്പതി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് തേടുകയും എന്നാൽ അതിൽ ശാശ്വതമായ ഒരു പരിഹാരം എനിക്ക് ഉണ്ടായില്ല. എന്നുവെച്ചാൽ കാലിൽ പിന്നീടും എനിക്ക് മരവിപ്പ് അനുഭവപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കായംകുളത്തുള്ള ഒരു വ്യക്തി മുഖാന്തരം എനിക്ക് ഡോക്ടറുടെ നമ്പർ ലഭിച്ചത്. അങ്ങനെ അതന്ന് നിലമ്പൂർ ഇരിക്കുന്ന സമയത്താണ് 2022 ഞാനത് ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നത് 2022. ആ സമയത്ത് ഡോക്ടറെ ഞാൻ വിളിക്കുകയും അന്ന് ഓൺലൈനിലൂടെ എനിക്ക് കാര്യങ്ങൾ തിരക്കുകയും ഇവിടെ വന്ന് നേരിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണമെന്ന് പറയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ 2022 ഇവിടെ ചുങ്കത്തറയിലെത്തി. 10 ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണ് അന്ന് എടുത്തത്. 10 ദിവസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ആശ്വാസമാണ് ഉണ്ടായത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാലിന് നല്ല തരിപ്പായിരുന്നു. എനിക്ക് നടക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിലാണ് ഞാൻ അവിടെ അന്ന് എത്തിപ്പെട്ടത്. ആ സമയത്ത് എനിക്ക് നല്ല രീതിയിൽ ശാശ്വതമായിട്ട് എനിക്ക് പിന്നീട് 2 കൊല്ലം എന്നോട് ട്രീറ്റ്മെന്റ് എടുക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിലും പോലും എനിക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് കൊണ്ട് തന്നെ വളരെയധികം വേദനയ്ക്ക് ശമനം ഉണ്ടാകുകയും എനിക്ക് തുടർന്ന് ഓഫീസിൽ ജോലി ചെയ്യാൻ നല്ല രീതിയിൽ തന്നെ പ്രയാസമൊന്നും ഇല്ലാതെ തന്നെ ജോലി ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നീട് 2 കൊല്ലം വരണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും വേദന കുറഞ്ഞത് മൂലം എനിക്ക് വരാനായിട്ട് പറ്റിയില്ല. അതുപോലെ തന്നെ ജോലി തിരക്കുകൾ അറിയാമല്ലോ, ഗവൺമെന്റ് ഓഫീസിലെ ജോലി തിരക്കുകൾ മൂലം എനിക്ക് യഥാസമയം എനിക്ക് തുടർന്നുള്ള ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് സാധിച്ചില്ല. പിന്നീട് എനിക്ക് ട്രാൻസ്ഫർ ലഭിക്കുകയും ഞാൻ ഇടുക്കിയിലേക്ക് പോവുകയും ചെയ്തു. അപ്പം അതേ തുടർന്ന് ഇടുക്കിയിൽ വെച്ച് എനിക്ക് വീണ്ടും ഈ 2025 എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. ബൈക്ക് ആക്സിഡന്റ് എന്ന് വെച്ചാൽ ബൈക്ക് മറിഞ്ഞ് എൻ്റെ നടുവ് അടിച്ചാണ് ഞാൻ വീണത്. വീണ്ടും അത് കൈ കുത്തുകയും ചെയ്തു. കൈക്ക് ഷോൾഡറിനും എനിക്ക് ചെറിയൊരു ഇളക്കം തട്ടി. നല്ല വേദനയായി, കിടക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തുകയുണ്ടായി. അപ്പം വീണ്ടും ഡോക്ടറെ വിളിക്കുകയും ചെയ്തു. അപ്പം ചുങ്കത്തറയിൽ നിന്ന് നമ്മുടെ സ്ഥാപനം ഇവിടെ കോഴിക്കോടേക്ക് മാറി പുതിയ ക്ലിനിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു വളരെ സന്തോഷം. കോഴിക്കോട് ജില്ലയിൽ മുക്കത്തിന് സമീപത്തുള്ള കൊടിയത്തൂര് തുടങ്ങിയ നമ്മുടെ ഡോക്ടർ അലി ഷാഫി വെൽനസ് സെന്ററിലാണ് ഞാനിപ്പം ഉള്ളത്. അപ്പം അത് പുതിയതായിട്ട് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തതാണ്. അതിനെക്കുറിച്ച് അന്ന് ഡോക്ടർ പറഞ്ഞു ഞങ്ങളിങ്ങനെ പുതിയതായിട്ട് ഇവിടെ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ കോൺടാക്ട് ചെയ്ത സമയത്ത് എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം അവിടുന്ന് ഡോക്ടറെ വിളിച്ച് എത്ര ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മിനിമം 10 ദിവസത്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തെങ്കിൽ അതിനൊരു ശമനം ഉണ്ടാവുകയുള്ളൂ എന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ 10 ദിവസത്തേക്ക് ഇവിടെ റൂം ബുക്ക് ചെയ്യും. ഇവിടുത്തെ ഒരു ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് പോലെ തന്നെയാണ്. നമുക്ക് നമ്മുടെ സ്വന്തം വീട് പോലെ തന്നെ ഇവിടെ റൂമുകളെല്ലാം ഉണ്ട്. ഇവിടെ വരുന്നവർക്ക് താമസിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ 3 നേരം നമുക്ക് ഭക്ഷണമുണ്ട്. ഇവിടെ നമുക്കൊരു കുറവുമില്ല. എന്ന് വെച്ചാൽ റൂമിൽ തന്നെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും പോലും നമുക്ക് നല്ല രീതിയിലാണ് നമ്മളെ പരിചരിക്കുന്നത്. ഡോക്ടർ ഈ പ്രാവശ്യം എനിക്ക് നേരിട്ടാണ് ട്രീറ്റ്മെന്റ് എടുത്തത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട്. ഈ 10 ദിവസം ഇന്നത്തേക്ക് 10 ദിവസം ആകുന്നു. ഇന്ന് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് വന്നതിൽ നിന്നും ഒരുപാട് വ്യത്യാസമായിട്ട് കാലിന് അന്നത്തെ വീഴ്ചയോടുകൂടി വീണ്ടും വേദന ഇളകിയെങ്കിലും എനിക്കിപ്പം പൂർണ്ണമായിട്ടും എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. എനിക്ക് നല്ല രീതിയിൽ തന്നെ വേദന വ്യത്യാസം വന്നിട്ട് കാലിലെ തരിപ്പ് മാറിയിട്ടുണ്ട്. ഇനിയും 2 കൊല്ലം ട്രീറ്റ്മെന്റ് തുടരണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും വരാൻ ശ്രമിക്കുന്നതായിരിക്കും. വളരെ സന്തോഷമുണ്ട് ഡോക്ടറെ. എനിക്ക് ഇതില് നമ്മൾ അനുഭവിച്ചിരിക്കേണ്ട കാര്യങ്ങൾ വെച്ചാൽ നമ്മൾ ട്രീറ്റ്മെന്റ് തീർന്നുകൊണ്ട് മാത്രമേ നമ്മുടെ ചികിത്സ പൂർണ്ണമാകുന്നില്ല. അതിലുപരി നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ പറഞ്ഞ യോഗ എക്സസൈസുകൾ, അതിൽ പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന ഭുജംഗാസനം, ശലഭാസനം, പവനമുക്താസനം പോലെ യോഗാസനങ്ങൾ നമ്മൾ തുടർച്ചയായി കുറച്ച് നമ്മളെ ലൈഫിൽ കൊണ്ടുപോവുക. മറ്റുള്ള ലൈഫ് സ്റ്റൈൽ ഒക്കെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു ഡിസ്ക് സംബന്ധമായ അല്ലെങ്കിൽ ബാക്ക് പെയിൻ സംബന്ധമായ വിഷയങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും മാറുകയുള്ളൂ.
നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു ഓൾമോസ്റ്റ് ഓൾ ആയുർവേദിക് ട്രീറ്റ്മെന്റിന് കൂടെ പഞ്ചകർമ്മ ചികിത്സ നമ്മൾ ഇതിന്റെ കൂടെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ പറഞ്ഞ അക്യൂപഞ്ചർ, അതേ സമയത്ത് ഹിജാമ പോലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ ചെയ്തതാണ്. അപ്പൊ ഇതിലൊക്കെ നമുക്ക് ഗുണം, അതിന്റെ റിസൾട്ട് നമ്മൾ വരുന്നത് വരും ദിവസങ്ങളിലാണ്. അപ്പൊ അതിന് എന്ത് ചെയ്യണം, നമ്മൾ യോഗ പോലുള്ള എക്സസൈസുകൾ നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ കൊണ്ടുപോവുക. പിന്നെ നമ്മുടെ ഓഫീസിലേക്ക് ഇരിക്കുന്ന ആളാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അപ്പൊ നമ്മൾ അതിന്റെ ഒരു മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത്, പ്രായം കുറവാണ്, നമ്മൾ മറ്റുള്ള പ്രായമുള്ള ആളുകളെ പോലെയല്ല. നമ്മളെന്ന് വെച്ചാൽ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി നമ്മളിത് ബോഡി ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാം. ബോഡി വെയിറ്റ് കൂടാതെ നോക്കണം, മറ്റുള്ള ഫിസിക്കൽ എക്സസൈസുകൾ, ജോഗിങ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈവൻ നമ്മൾ ജിമ്മൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഈ ഒരു പ്രായം എന്ന് പറയുന്നത്. ചെയ്യുന്നതോട് തെറ്റില്ല, പക്ഷെ അതിലുപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ ഡിസ്കിന്റെ കംപ്രഷൻ ഓൾറെഡി നേരത്തെ ഉള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നാവും. അതിന്റെ കൂടെ നമ്മൾ യോഗ എക്സസൈസുകളും തുടർച്ചയായിട്ട് കുറച്ച് ചെയ്യുക. ഭക്ഷണ സമയത്ത് കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചികിത്സയുടെ മെയിൻ ലക്ഷ്യം. അതായത് നമ്മൾ സമയം തെറ്റിയപ്പോഴോ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് അതിനോടനുബന്ധിച്ച് ഗ്യാസ്ട്രൈറ്റിസ്, ആസിഡിറ്റി, മറ്റുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ വൈൽസ് പോലുള്ള വിഷയങ്ങളൊക്കെ വരും. അപ്പൊ അത് നമ്മൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, മാനേജ് ചെയ്ത് കൊണ്ടുപോവുക. അതാണ് നമുക്ക് ഇതിൽ കാര്യമായിട്ട് പറയാനുള്ളത്. അതിന്റെ കൂടെ ചെറിയ മരുന്നുകളും കാര്യങ്ങളും, പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ എക്സസൈസ് ആണ് നമ്മൾ പറയാറുള്ളത്. എങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, കുറെ കാലം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റും. ഇത്രയും പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ട്രീറ്റ്മെന്റിന്റെ ഒരു ശൈലി എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഭക്ഷണക്രമങ്ങൾ, കൃത്യമായിട്ടുള്ള മസാജുകൾ, കൃത്യമായിട്ടുള്ള കിഴി, ഉഴിച്ചിൽ, അതുപോലെ തന്നെ യോഗയാണ്, അതുപോലെ തന്നെ യോഗകൾ ചെയ്യുന്നുണ്ടായിരുന്നു കൃത്യമായിട്ട്. പിന്നെ ഫിസിയോ അതുകൂട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം എനിക്ക് ഒരുപാട് വ്യത്യാസമാണ്. ശരീരത്തിൽ തന്നെ നമുക്ക് അതിന്റെ മാറ്റം അറിയാനായിട്ട് പറ്റുന്നത്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അലോപ്പതിയിലാണ് എല്ലാവരും ഇതുകൂട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ ഓടിപ്പോകുന്നത്. പെട്ടെന്ന് ശമനത്തിന് വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ അലോപ്പതിയിലേക്കായിരിക്കും പോകുന്നത്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ നമ്മൾ ചിലവഴിക്കേണ്ടി, അതായത് ഇപ്പം ഡിസ്കക്ടമി ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ചിലവഴിക്കേണ്ടി വരുന്നത് ഒരു 2 ലക്ഷം രൂപയോളം മിനിമം നമുക്ക് ചിലവഴിക്കേണ്ടി വരും. എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് തികച്ചും അതിന്റെ പകുതി തുക പോലും ഇവിടെ വരുന്നില്ല. അത് നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. ആയുർവേദം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുക, ദൈർഘ്യം അനുസരിച്ച് നമുക്ക് മറ്റ് പാർശ്വഫലങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് വളരെ നന്നായിട്ട് തന്നെ അതിൽ ഒരു നമുക്കൊരു ഫലം കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് ആൾക്കാർ മനസ്സിലാക്കുന്നില്ലെന്നാണ് ഡോക്ടർ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. എന്ന് വെച്ചാൽ എല്ലാവർക്കും പെട്ടെന്ന് അസുഖം മാറണം, അത് തന്നെയല്ല അവരുടെ എല്ലാം പൈസ ഉണ്ട്. എന്നാൽ ആയുർവേദത്തിലേക്ക് വരുമ്പോൾ അവരുടെ തുക എടുക്കാനായിട്ടില്ല. സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ട്, എന്നെ സംബന്ധിച്ച് തികച്ചും സാധാരണക്കാർക്ക് പോലും വഹിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ഫീസും കാര്യങ്ങളും എല്ലാം എനിക്ക് അനുഭവപ്പെട്ടത്. ചില ആൾക്ക് തെറ്റായ ധാരണ, നമ്മൾ ആയുർവേദത്തിൽ ചെന്നാൽ ഒരുപാട് പൈസയാവും അല്ലെങ്കിൽ ഒരുപാട് ചെലവാകും എന്നല്ല. നേരെ മറിച്ച് നമ്മൾ അലോപ്പതി ചെന്ന് കഴിഞ്ഞാൽ ചില എമർജൻസി കണ്ടീഷനിൽ നമ്മൾ അലോപ്പതിയെ നമ്മൾ ചിലപ്പോൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ ഈ ഡിസ്ക് പോലുള്ള കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, അത് ഡിസ്ക് പ്രൊലാപ്സ്, ഡിസ്ക് ഹെർണിയേഷൻ, ഈ കണ്ടീഷനിലൊക്കെ നമ്മൾ ആയുർവേദമാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം അലോപ്പതിയിൽ നേരെ കട്ട് ആൻഡ് റിമൂവ് ആണ്. അപ്പം അതിൽ ചിലപ്പം ചില ആളുകൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാവും, ചില ആൾക്ക് ബുദ്ധിമുട്ടുകൾ പിന്നീട് ഉണ്ടാവാറുണ്ട്. അതല്ല, സൈഡ് എഫക്റ്റുകൾ കൂടുതലാണുള്ളത്, പിന്നീടുള്ളത് ഒരുപാട് സൈഡ് എഫക്റ്റുകൾ. പക്ഷെ ഇത് നമുക്ക് വിശ്വാസത്തോടുകൂടി തന്നെ പറയണം. നമുക്ക് ക്ഷമയാണ്, ക്ഷമ വേണം, സമയം വേണം. അതിന്റെ കൂടെ നമുക്ക് ഇതിന്റെ ചെലവ് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന മരുന്നുകൾക്ക്, മറ്റുള്ള ഈ പറഞ്ഞ റൂം, താമസം, മറ്റുള്ള കാര്യങ്ങൾ ചെലവ് എല്ലാം കൂടെ ചേർത്താണ് ഇത്രയും വന്നിട്ടുള്ളത്. നമുക്ക് ഇത്ര ചെലവ് വന്നിട്ടുള്ളൂ. പക്ഷെ അവിടുത്തെ തെറ്റിദ്ധാരണ എന്താണ്, ആയുർവേദത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിനൊന്നും പരിഹാരം ഇല്ല എന്നുള്ളത്. അതിലുപരി ഭയങ്കര ചെലവാണ്, ഒരുപാട് നാളെ കിടക്കും. ചില കേസുകൾ നമ്മൾ ചിലപ്പം 14 ദിവസം, ചില 28 ദിവസം, ചിലപ്പം 90 ദിവസം വരെ കിടക്കേണ്ട ചില കേസുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ ആദ്യം നമ്മൾ മനസ്സും ശരീരവും അത് ആൾക്കാർ മനസ്സിലാക്കണം ഡോക്ടർ. എന്ന് വെച്ചാൽ നമ്മുടെ ഇത് പെട്ടെന്നുള്ള ഒരു അലോപ്പതി പെട്ടെന്ന് രോഗശമനം ഉണ്ടാകുമെങ്കിൽ പിന്നീടുള്ള സൈഡ് എഫക്റ്റുകളെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. പക്ഷെ ആയുർവേദത്തിൽ അങ്ങനല്ല. എനിക്ക് മനസ്സിലായത് അത് ഇച്ചിരി സമയം എടുത്താണെങ്കിലും നമുക്ക് പിന്നീടും ബുദ്ധിമുട്ടില്ലാതെ പോകാനായിട്ട് സാധിക്കും. എനിക്ക് അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞതാ. ഇപ്പൊ അനൂപിന്റെ കേസിൽ ഫസ്റ്റ് നമ്മൾ 2022 സമയത്ത് IVDP, അതായത് ഡിസ്ക് പ്രൊലാപ്സിന്റെ കൂടെ സിയാട്ടിക്ക എന്നൊരു കണ്ടീഷൻ ആയിരുന്നു. അപ്പൊ ആ സമയത്താണ് നമുക്ക് കാലിലേക്ക് തരിപ്പും കടച്ചിലും വേദനയൊക്കെ നമ്മളൊരു 10 ദിവസത്തെ കിഴി കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ആശ്വാസം. പിന്നീട് നിങ്ങൾ പറഞ്ഞ 2 കൊല്ലം വരാൻ പറ്റിയില്ല.
അതിലുപരി ജോലി സാഹചര്യവും അതേപരി വ്യത്യാസവും കണ്ടപ്പോൾ ഇനി കുറച്ച് നീട്ടി അങ്ങനെ കൊണ്ടുപോയി. അപ്പൊ അതിനിടയ്ക്കാണ് ഇപ്പൊ കഴിഞ്ഞ ഈ വർഷം നമുക്ക് ചെറിയ പരിക്കുകളോ വീഴ്ചയൊക്കെ പറ്റിയത്. അപ്പൊ ആ പഴയ വീഴ്ചയും പഴയ പരിക്കുകളുടെ കൂടെ ഈ വീഴ്ചയോട് പറ്റിയപ്പോൾ ഒന്നുകൂടി വേദനകളൊക്കെ പുറത്തു വന്നു. അപ്പൊ നമ്മൾ വീണ്ടും എക്സ്റേ എടുത്തായിരുന്നു നമ്മൾ. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞായിരുന്നു ആ എക്സ്റേയിൽ ശരിക്കും ഒരു L4 L5 ഡിസ്ക് കംപ്രഷൻ കാണും. അപ്പൊ നമ്മളത് ബെഡ് റിട്ടേൺ ആയിട്ട് അല്ലെങ്കിൽ അഡ്മിറ്റ് ആയിട്ട് തന്നെ ചെയ്യണം. അതിന്റെ ഭാഗമായി നമ്മളിപ്പോ തിരുമ്മല്, കിഴി, മറ്റേ സ്റ്റീം ബാത്ത്, അതേപോലെ തന്നെ ലേപനങ്ങൾ, ബാൻഡേജുകൾ, അതേപോലെ തന്നെ അക്യൂപഞ്ചർ ചെയ്യുന്ന, ഫിസിയോ ചെയ്യുന്ന ട്രീറ്റ്മെന്റുകൾ, പിന്നെ ട്രാക്ഷൻ, കടിവസ്തി പോലെ എല്ലാവിധ ആയുർവേദത്തിൽ ചെയ്യാവുന്ന മാക്സിമം ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മളൊരു 10 ദിവസം ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ശരിക്കും ഒരു 10 ദിവസം നല്ലിരിക്കാന്ന് പറയും. പണ്ട് കാലത്തൊക്കെ പറയാതെ ട്രീറ്റ്മെന്റ്. അതെ, അപ്പൊ അതിന് ഇരട്ടി ദിവസമാണ് ശരിക്കും റെസ്റ്റ് വേണ്ടത്. പക്ഷെ നമ്മളെ സാഹചര്യം ജോലി തിരക്കാണ്. കാരണം അപ്പൊ നിങ്ങൾക്ക് ഓഫീസിൽ ഒരുപാട് കോള് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ ഒരു മെയിൻ ആളാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ എത്താതിരിക്കാൻ പറ്റില്ല. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു ചുരുങ്ങിയത് ഒരു 7 days to 10 days ആണെങ്കിൽ നമ്മൾ വീട്ടിൽ റെസ്റ്റ് എടുക്കുകയോ അതല്ലെങ്കിൽ നിങ്ങൾ ജോലി സ്ഥലത്ത് അവിടെ സൗകര്യാർത്ഥം റെസ്റ്റ് എടുത്തുകൊണ്ട് ജോലി കാര്യങ്ങൾ കൊണ്ടുപോവുക. പിന്നീട് നമ്മൾ ജീവിത ശൈലിയിൽ ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ മാത്രമേ നമ്മൾ ഇതിലൊരു ശാശ്വത പരിഹാരമാവുള്ളൂ. കാരണം ഇത് നമ്മൾ ഡിസ്കിനെ മാറ്റി വെക്കല്ല. അതായത് നമ്മൾ ഡിസ്ക് പ്രൊലാപ്സ് ചെയ്യുന്ന നമ്മൾ റീഗെയിൻ ചെയ്യുന്ന ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ ഈ പറഞ്ഞ യോഗ എക്സസൈസുകളും ഈ പറഞ്ഞ തിരുമ്മലും കിഴിയും ബാൻഡേജും ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് പഴയ പൊസിഷനിലേക്ക് റീഗെയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് ആദ്യമായിട്ട് വേണ്ടത്. അപ്പൊ അതിന് നമ്മൾ മനസ്സ് വെക്കണം. അതായത് നിങ്ങൾക്കാണ് ബോഡി വെയിറ്റ് കൂട്ടാതെ നോക്കുക. അതേ സമയത്ത് നമ്മൾ വിചാരിക്കും നമുക്ക് പുറത്ത് ടൂർ പോകാൻ പറ്റില്ല, കറങ്ങാൻ പറ്റില്ല, അതൊന്നും ഇതിൽ നമ്മൾ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നില്ല. അതൊക്കെ നമ്മളെ ദൈനംദിന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം അതിന്റെ കൂടെ ചെയ്യും. ഡോക്ടർ, പിന്നെ അതുപോലെ എനിക്ക് ഇനി ജിമ്മിൽ പോകാനായിട്ട് സാധിക്കും. ഞാൻ ജിമ്മിൽ ചെറുതായിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ജിമ്മിൽ പോകുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ അതിൽ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ കുറെ പറഞ്ഞു. കുനിഞ്ഞുള്ള വെയിറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഓവർ വെയിറ്റ് എടുക്കുക, നമ്മുടെ ശരീരത്തിന് പാകപ്പെടുത്തുന്ന രൂപത്തിലുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് നമ്മൾ ഇരുന്നു കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം, നിന്നുകൊണ്ടുള്ള ചെയ്യാം. അത് നമുക്ക് അവിടെ പ്രത്യേക ഇൻസ്ട്രക്ടർ ഉണ്ടാവും. അപ്പൊ അവരടുത്ത് കാര്യങ്ങൾ നേരത്തെ പറയണം, ഇങ്ങനെ വിഷയങ്ങളിലെ ആളാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള വ്യായാമങ്ങൾ അവർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. നമ്മൾ ചെന്ന ഉടനെ ഡബലെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമുണ്ടാകും. ഞാൻ ചോദിച്ചാൽ ഇനിയും ട്രീറ്റ്മെന്റ് ആൾക്കാർ വരുമ്പോൾ ഇതുകൂടെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളതൊന്നും നമ്മൾ വേണ്ടാന്ന് നമ്മൾ പറയുന്നില്ല. എല്ലാം ഒരു വ്യായാമത്തിന്റെ ഒരു ഭാഗമാണ്. ജിം ആയാലും യോഗ ആയാലും മറ്റുള്ള ഫിസിയോ എക്സസൈസുകളൊക്കെ ആയാലും ഈവൻ ഒന്നുമില്ല, സിമ്പിൾ വാക്കിംഗ് ആയാലും പോലും ഒരു എക്സസൈസ് ആണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞാൽ നമ്മൾ ഇരുന്നുള്ള ജോലിയാണ്. നമുക്കറിയാം അത് ഓട്ടോമാറ്റിക്കായിട്ട് ബോഡി വെയിറ്റ് കൂടാം, ഒബേസിറ്റി എല്ലാം ആവാം. അപ്പോൾ നമ്മൾ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഏതായാലും നിങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എല്ലാ വിധത്തിലുള്ള ആശംസകളും.